ഇന്ന് ഹോളിയാണോ? ക്രേസി. അപ്പൊ ഓഫീസിൽ നിന്ന് എല്ലാവരും ഉണ്ടാവല്ലോ. എടാ, ആരൊക്കെ വരുന്നുണ്ട്? എല്ലാരും വരുന്നുണ്ട്. എല്ലാരും വരുന്നുണ്ടോ? ഇതെന്താടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എല്ലാരും വെച്ചാൽ എല്ലാവരും വരും. അവരെത്തുന്നതിന് മുൻപ് പോയി വേഗം റെഡി ആവാൻ നോക്ക്. അപ്പോ സീത ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ? ഓക്കെ. എടാ, ഇതൊക്കെ എപ്പോഴാ ഫൈനലൈസ് ചെയ്ത്? എനിക്കൊരു അപ്ഡേറ്റും കിട്ടിയില്ലല്ലോ. നീ ഇന്നലെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ ഫൈനലൈസ് ചെയ്തതാ. പറയാം. എടാ, എന്നാലും അങ്ങനെയല്ല, ഇതൊക്കെ ഞാൻ അറിയണ്ടേ? എടാ, ഞാൻ അല്ല മോളെ, ഇവൻ വീണ്ടും വീണ്ടും എല്ലാവരും വരും എന്നിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ടല്ലോ. ആരെയാ അവൻ കാത്തിരിക്കുന്നേ? വേറെ ആരെയച്ചാ? ചാന്ദിനെ കുറിച്ചായിരിക്കും അവൻ പറയുന്നേ. നമ്മുടെ മുമ്പിൽ വെച്ച് ചോദിച്ചാ നമ്മൾ എന്തെങ്കിലും വിചാരിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും അവൻ ചുറ്റി വളച്ചിങ്ങനെ ചോദിച്ചത്. ആ കുട്ടിയില്ലേ ചാന്ദിനി, ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, വീട്ടിലെല്ലാവരോടും പരിചയമുണ്ട് അല്ലേ ഭാർഗവി? ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വരുന്നതിന് മുൻപേ ഭാർഗവു നല്ല ഗ്രിപ്പായിട്ട് അവളെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഗൂഗിളി എറിയുന്നത് എപ്പോഴാണോ ആവോ. രാമ, നീ കഷ്ടപ്പെട്ട ആർക്കോ മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയാണല്ലോ. ആർക്കാ? ഞാനോ? മെസ്സേജോ? ഇല്ലല്ലോ. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ഇമ്പോർട്ടന്റ് ഇമെയിൽ. അതുകൊണ്ടാ, എമർജൻസി ആയിരുന്നു. ഓ ശരി ശരി. നീ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. എല്ലാവരും വരുമ്പോഴേക്കും നീ റെഡിയാവ്. എല്ലാവരും വരുന്നുണ്ടല്ലോ അല്ലേ? ആ, പ്രിയ വരുന്നുണ്ട്. ചാന്ദിനി എന്തായാലും വരുമല്ലോ. സീതയോട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. ആടാ, വാതിറന്നാൽ ടീച്ചറിനെ പോലെ പടപടാന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് നീയല്ലേ ഇന്നലെ പറഞ്ഞത്. അപ്പൊ സീതേനെ കണ്ടിട്ട് നീ മൂഡ് ഓഫ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സീതയെ വിളിച്ചില്ല. ഓക്കേ? ബട്ട് ദിസ് ഇസ് നോട്ട് ഫെയർ കേട്ടോ. ഒരേ ഓഫീസല്ലേ, വിളിക്കുമ്പോ എല്ലാരെയും വിളിക്കണ്ടേ? അല്ല രാമ, പറ്റുന്നത്ര സീതയിൽ നിന്ന് അകന്ന് നിൽക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സീതയെ വിളിക്കണോടാ? ഞാൻ ഇപ്പൊ വിളിക്കടാ. നോ, ചിൽ മോനെ. പ്രിയ വരുന്നുണ്ടല്ലോ അല്ലേ? അറ്റ്ലീസ്റ്റ് നീയെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ അഞ്ജു? വരുന്നുണ്ട്. അഞ്ജു വരുന്നുണ്ട്. വരാത്തത് സീത മാത്രമാ. അല്ല, ശരിടാ. ഓക്കെ, നീ അങ്ങോട്ട് പോയി എല്ലാം റെഡിയാക്കി വെക്കും. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഓക്കെ. എടാ, വിളിക്കണമെങ്കിൽ വിളിക്കാട്ടോ. ഇറ്റ്സ് ഓക്കെ. നോ ഓക്കേടാ. ഷുവർ. വിളിച്ചാലിപ്പോ എന്താ ഇവർക്ക്? ഞാൻ തന്നെ വിളിച്ചോളാം. ഹായ് സീത, ഹാപ്പി ഹോളി. ഇന്ന് നീ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് നിന്റെ മുഖത്ത് ഫസ്റ്റ് നിറം തൂവുന്നത് ഞാനായിരിക്കും. സീതമ്മ, എന്റെ മിസ് പറഞ്ഞു പഴയ ഡ്രസ് ഇട്ടിട്ട് വന്നാ മതിയെന്ന്. സ്കൂൾ യൂണിഫോം ബാഗിൽ വെച്ചിട്ട് വന്നാ മതിയെന്ന് പറഞ്ഞു. ഇന്നല്ലേ ഹോളിയാ. ഇന്ന് അടിപൊളിയായിരിക്കും സീതമ്മ. ഇതിപ്പോ എഴുന്നേറ്റപ്പോ തൊട്ട് ഒരു 100 വട്ടം നീ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ടടി ഇന്ന് ഹോളിയാണെന്ന്. എന്റെ സിഹിമോൾക്കും ഹാപ്പി ഹോളി. പക്ഷെ കളിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ണിലൊന്നും പൊടിയാവരുത്. നന്നായിട്ട് ശ്രദ്ധിക്കണേ. താങ്ക് യു. ഹാപ്പി ഹോളി ടു യു മൈ ഡിയർ ലിറ്റിൽ ഫ്രണ്ട്. സെലിബ്രേഷൻ ഒക്കെ നന്നായി നടക്കുന്നില്ല അവിടെ? അതെ ഫ്രണ്ട്. ഇന്ന് കാണാൻ കഴിയോ? എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിനാണ് ഫോൺ ചെയ്തത്. പക്ഷേ എനിക്ക് വേറൊരു ഇമ്പോർട്ടന്റ് ജോലിയുണ്ട് ഫ്രണ്ട്. എന്റെ സ്കൂളിലെ ഹോളി സെലിബ്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടാ മതിയോ? എനിക്ക് ഹോളി ആഘോഷിക്കണം ഫ്രണ്ട്.
ഷോ മോളെ, നീ എപ്പോ ഫ്രീ ആവെന്ന് പറ, അപ്പ ഞാൻ വന്ന് സംസാരിച്ചോളാം. എൻജോയ് യുവർ ഡേ. ഓക്കെ? താങ്ക് യു ഫ്രണ്ട്. ഫ്രണ്ട്, നീ ഹോളി ആഘോഷിക്കുന്നില്ലേ? പിന്നെ ആഘോഷിക്കണം. ഹാപ്പി ഹോളി. ബട്ട് എന്റെ ദേഹത്തൊന്നും തേക്കല്ലേ കേട്ടോ. നിങ്ങൾ തന്നെയും കളിച്ചാൽ മതി ഇതൊക്കെ. സീതമ്മ, ഞാനും പോട്ടെ. പക്ഷെ ഒരുപാട് വെള്ളമൊന്നും വേസ്റ്റ് ആക്കരുത്. ഇപ്പൊ തന്നെ പലയിടത്തും വെള്ളമില്ല. ഓക്കേ സീതമ്മ. ഫ്രണ്ട്, എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഞാൻ ഹോളി ആഘോഷിക്കാൻ പോവാണേ. ഓക്കെ മോളെ, ബൈ. സിഹി, ശ്രദ്ധിക്കണേ. ഓക്കേ സീതമ്മ. ഹലോ. ഹായ്, ഹാപ്പി ഹോളി. താങ്ക് യു. നിങ്ങൾക്കും ഹാപ്പി ഹോളി. താങ്ക് യു സോ മച്ച്. മെസ്സേജിന് റിപ്ലൈ ഒന്നുമില്ലല്ലോ, എവിടെ പോയി? ഓ, ഞാനതങ്ങ് മറന്നു. സിഹിയെ റെഡിയാക്കുമ്പോഴത്തേക്ക് അതങ്ങ് വിട്ടുപോയി. സോറി. ഇറ്റ്സ് ഓക്കെ. എന്തോ പറയുന്ന കേട്ടല്ലോ, കളറാക്കണ്ടെന്നോ എന്തോ. എന്താ, കളർ ഇഷ്ടമല്ലേ? എനിക്കതൊന്നും ഇഷ്ടമല്ല. ഞാനങ്ങനെ ഹോളിയൊന്നും ആഘോഷിക്കാറില്ല. ഓ, അതായത് എനിക്കും അനുവാദമില്ല. ദിസ് ഇസ് നോട്ട് ഫെയർ. അതെങ്ങനെ ശരിയാവും? എന്റെ ലൈഫ് ഇത്രയും കളർഫുൾ ആക്കിയ നിന്നെ എനിക്കിന്ന് കളറിൽ മുക്കിയേ പറ്റൂ. അറ്റ് എനി കോസ്റ്റ് കളർ ഞാൻ വിതറും. ഇന്ന് ഓഫീസിൽ നിന്ന് എല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ട്. നീയും വന്നേ പറ്റൂ. ഹോളി ആഘോഷിച്ചേ പറ്റൂ. ഐ ബി വെയിറ്റിംഗ്. യു ഹാവ് ടു കം. കേട്ടോ? എന്തു പറയുന്നു? എന്താ ഭീഷണിയാണോ? ബോസ് കളിക്കാണോ? ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എടുത്തോണ്ട് വരും ഞാൻ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ശരിക്കും വരുന്നില്ല. വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തായാലും നീ വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇറ്റ്സ് ഓക്കെ. എനിക്ക് വേണ്ടി എന്തായാലും വരും. ഐ ബി വെയിറ്റിംഗ് ഫോർ യു. ഹാപ്പി ഹോളി ശ്രേയസ്. ഹാപ്പി ഹോളി വിഷൻ. ശ്രദ്ധിക്കണം കേട്ടോ. പൊടി കണ്ണിലോ മൂക്കിലോ വായിലോ ഒക്കെ പോയ പ്രശ്നമാവും. ശ്രദ്ധിക്കണേ. സിഹി, സീതമ്മ എന്താ കളറ് തേക്കാത്തെ? എന്തുകൊണ്ടാണെന്നോ? സീതമ്മക്ക് ഈ പൊടി ഇഷ്ടമല്ല, അതുകൊണ്ടാ തേക്കാത്തെ. എന്താ മോളെ? പ്ലീസ് മുത്തശ്ശി. അയ്യോ എന്റെ മോള്. ഹാപ്പി ഹോളി മുത്തശ്ശി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹാപ്പി ഹോളി. നിങ്ങളുടെയൊക്കെ ജീവിതം എപ്പോഴും ഇതുപോലെ കളർഫുൾ ആയിരിക്കട്ടെ. വാ വാ വാ, എല്ലാരും വാ, യമുന ആന്റിയുടെ വീട്ടിലേക്ക് പോവാം. എന്റെ സീതയുടെ ജീവിതത്തില് നിറങ്ങൾ തെളിയുന്നത് എപ്പോഴാ? ഈ നിറങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചതുപോലെ അവളുടെ ജീവിതത്തിൽ നിറങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചതാ അവള്. അവളുടെ ജീവിതത്തില് നിറങ്ങളുണ്ടായ എന്ത് രസായിരിക്കും. അവള് വിശ്വസിക്കുന്ന രാമൻ തന്നെ അവളുടെ ജീവിതത്തിൽ നിറങ്ങൾ വിതരട്ടെ. ഹാപ്പി ഹോളിഡാ. നിന്റെ ലൈഫ് ഇതുപോലെ കളർഫുൾ ആവട്ടെ. താങ്ക് യു. ഹാപ്പി ഹോളി മോനെ. Thank you. ഫ്രീ ആയിട്ടുള്ള കല്യാണം നടന്ന ഫസ്റ്റ് ഡേറ്റ് നടക്കട്ടെ. കൺഗ്രാറ്റ്സ്. വിശ്വസിക്കാൻ വയ്യ നിന്നെ. ചെറുക്കൻ വേറെ മൂഡിലാണല്ലോ. ഓടാ. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ജ്യൂസ് എടുത്തോളൂ. ആ എടുക്ക. ഹേയ് പവൻ. നമ്മുടെ HR-നെ ഇന്ന് Happy പൊടി കൊണ്ട് Holi. മൂടിയേക്കണം കേട്ടോ. ഉറപ്പായിട്ടും. താങ്ക് യു. വെൽക്കം പവൻ, വെൽക്കം. ആ വാ 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 വാ. കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഏ ഹായ്. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. താങ്ക് യു. താങ്ക് യു.
ഓൾറെഡി എല്ലാരും വന്നു തുടങ്ങി. പക്ഷെ ഞാൻ കാത്തിരിക്കുന്ന ആൾ ഇതുവരെ വന്നില്ലല്ലോ. അവള് വരുമോന്ന് ചോദിച്ചതിന്റെ ഉത്തരം പോലും എനിക്ക് തന്നില്ല. ഏയ് സീത, ഒന്ന് വേഗം വാ. നീ ഇല്ലാതെ ഈ സെലിബ്രേഷൻ ഒരിക്കലും ഒരു സെലിബ്രേഷൻ ആവില്ല. ഐ ഹോപ്പ് യു കം ഫാസ്റ്റ്. ആരാടാ അന്വേഷിക്കുന്നേ? ഞാൻ ആരെ അന്വേഷിക്കാനാടാ? പിന്നെ മുത്തശ്ശൻ എവിടെ? കണ്ടില്ലല്ലോ. ഹേ 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 ഈ നാടകമൊന്നും എന്റെ അടുത്ത് ഇടക്കണ്ട കേട്ടോ. നീ ആരെ അന്വേഷിക്കുന്നേന്ന് എനിക്കറിയില്ലേ. സീത ഇന്ന് വരുവോ വരില്ലേ, വരുവോ വരില്ലേ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ടല്ലേ? ചേച്ചേ, അങ്ങനെയൊന്നും ഇല്ലടാ. നീയല്ലേ കുറച്ചും പറഞ്ഞ അവള് വരുന്നില്ല എന്ന്. നീ എങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ആരെ വെയിറ്റ് ചെയ്യേണ്ടത്? ഹേയ്, നീ എന്താടാ വെറുതെ മനുഷ്യനെ കളയിക്കൊണ്ടിരിക്കുന്നത്? ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. വരുന്നത് കാണുന്നില്ലല്ലോ. എടാ, ആരുടെ കാര്യോ? അല്ല, ആരെങ്കിലൊക്കെ വരുന്നതും കാത്തിരിക്കാണല്ലോ. സുബലക്ഷ്മി, നോക്കടി, എല്ലാവരും നേരത്തെ എത്തി. നമ്മൾ മാത്രമേ ലേറ്റ് ആയുള്ളൂ. ലേറ്റ് ഒന്നും ആയിട്ടില്ല ചേച്ചി. ഓക്കെ, വേഗം വാ, പോവാം. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? വാ, പോവാം. ഏതോ അറിയാത്ത സ്ഥലത്ത് വന്ന പോലെ നിൽക്കുന്ന എന്താ? റാംസാറിന്റെ വീടല്ലേ? നിനക്കും ഇത് വീട് പോലെ തന്നെയല്ലേ? ഞാനാണെങ്കിൽ ഹോളി ആഘോഷിക്കാൻ വേണ്ടി ഫുൾ എക്സൈറ്റ്മെന്റിലാ ഉള്ളേ. എന്താ, നിനക്ക് ഹോളി ഇഷ്ടമല്ലേ? എല്ലാവരോടൊപ്പം ഹോളി ആഘോഷിക്കാൻ എനിക്കും ഇഷ്ടാ. പക്ഷെ ആ നിറങ്ങൾ അണിഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ അഭിനയിക്കുന്നവരുടെ മുന്നില് ശ്വാസം മുട്ടല. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്താ വെയിൽ കൊണ്ട് കിളി പോയോ? ഇപ്പൊ നീ പറഞ്ഞത് ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല ചേച്ചി. ഉണ്ട്, ഇവിടെ എന്തോ വലിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മറന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാം. ശരി, വാ, നമുക്ക് ആദ്യം പോയി ഹോളി പരിപാടി നോക്കാം. അത് കഴിഞ്ഞിട്ടല്ലേ ഈ കളർ പൊടിയും മുളക് പൊടിയും ഒക്കെ. വാ, വരാൻ. ജ്യൂസ് വേണോടാ? വേണ്ട, നീ കുടിക്കുന്നുണ്ടല്ലോ, അത് മതി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി സർ. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഇങ്ങനെയാണോ നിങ്ങൾ വിഷ് ചെയ്യാറ്? ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി എന്റെ സ്വന്തം ചേച്ചിക്ക്. താങ്ക് യു. കല്യാണത്തിന് മുമ്പേ രണ്ടുപേരൊരു ടീമായോ? അപ്പൊ ഇനി എന്നെ രക്ഷിക്കാൻ ആരാ? നിനക്ക് ഞാനില്ലടാ. എത്ര കാലം? അല്ല, നീ ശരിക്കും രക്ഷകനാടാ. ഇവൻ എന്നെ രക്ഷിച്ചോളൂ കേട്ടോ. ഓക്കെ, ഞങ്ങളങ്ങ് ചെല്ലട്ടെ. വാ. ഹാപ്പി ഹോളി രാമ. ഇനി ആരെങ്കിലും വരാനുണ്ടോ രാമ? എടാ, സീത ഇതുവരെ സൂര്യ മുത്തശ്ശനെ കാണുന്നില്ലല്ലോ. മണവാള, നീ അതൊക്കെ വിട്. ഇന്ന് എല്ലാവരുടെ മുമ്പ് വെച്ച് നിന്റെ കുട്ടിയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാ. നീ ഓക്കെ അല്ലേ? ഇറ്റ്സ് ഓക്കെ മഹാപ്രഭു. ആക്ച്വലി ഇത് ഞാനാ ചെയ്യേണ്ടിയിരുന്നത്. അത് നീയായിട്ടങ്ങ് ചെയ്തു തന്നെ എനിക്ക് അത്രയും സന്തോഷം. പോടാ, എവറിത്തിങ് ഫോർ ദ ലാസ്റ്റ് ടൈം ഞാനൊരു കാര്യം ചോദിച്ചോടാ. നീ കാത്തിരിക്കുന്നത് സീതയെ അല്ലേ? നീ ഒന്ന് ചുമ്മാ ഇരുന്ന്. ഞാൻ ഈ പ്രേമവും മാങ്ങത്തോടെ എല്ലാം മറന്നിട്ടൊന്ന് സമാധാനമായിട്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുക. പിന്നെ നീ എന്നത് ഓർമ്മിപ്പിക്കാതെ അപ്സെറ്റ് ആക്കാതെ നീ എന്നെ വെറുതെ ഇങ്ങനെ. നോക്ക്, വാ കൊണ്ട് കള്ളം പറയുമായിരിക്കും, പക്ഷെ കണ്ണിനത് കഴിയില്ല. നീ സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. എടാ, നീ ഒന്നും മിണ്ടായിരുന്നേ. സീത എന്തായാലും ഇങ്ങോട്ടൊന്നും വരാൻ. ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ ഒഴുകി മെല്ലെ അലിയുവാനെൻ പ്രാണനിൽ. മനസാകയായി വിരിയുമ്പോൾ
സീതാരാമ. അയ്യോ, നീ എന്തൊരു നിഷ്കളങ്കനാടാ. നീ ആർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? സീത വരുവോ ഇല്ലയോ? ഇതൊന്നും നിനക്ക് വിഷമമില്ലല്ലേ? വെറുതെ സംസാരിച്ച് സമയം കളയല്ലേ. നീ വല്ല അറേഞ്ച് ചെയ്യാൻ നോക്കിയേ. ലേറ്റ് ആണെന്നുണ്ട്, വേഗം ചെല്ലപ്പോ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓ, സ്റ്റാർട്ട് ചെയ്യാറായോ? ആ കറക്റ്റ് സീത വന്നല്ലോ അല്ലേ? ഇനിയിപ്പോ മുത്തശ്ശൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലേ? നിക്കടാ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഹായ്, താങ്ക്സ് ഫോർ കമ്മിങ്. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി ടു യു ടു. എനിക്കിതൊന്നും പറ്റില്ല, വേണ്ട. ഹോളിയുടെ അന്ന് നല്ല കുട്ടിയെ പോലെ കളറൊക്കെ പൂശി വേണം പോകാനായിട്ട്. ആ, വാശൊന്നും പിടിക്കാൻ പാടില്ല. ഇതിനൊന്നും സമ്മതിച്ചില്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സീതയാണ് എന്റെ പെണ്ണ്, ഞാനാണ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാൻ ഉറക്കെ അനൗൺസ് ചെയ്യും. മൈക്ക് കൊണ്ടുവന്ന് തരട്ടെ? വേണ്ട. ഓ പപ്പ, അവളുടെ നോട്ടം തുളച്ചു കയറുവാണല്ലോ. ഹായ് സർ. ഹേയ്, ഹായ് ഹായ്. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. ഒരു മിനിറ്റ്, എന്താ പരിപാടി? പ്രിയ, വേണ്ട വേണ്ട വേണ്ട, എനിക്ക് പൊടിയൊന്നും പറ്റത്തില്ല. പ്ലീസ് വേണ്ട, പ്ലീസ് വേണ്ട. ഇപ്പോഴെങ്കിലും നീ ഇതിനൊന്നും സമ്മതിച്ചില്ലെന്ന് വെച്ചാ? ഇപ്പോഴെങ്കിലും എന്ന് വെച്ചാ? ഓക്കെ, അത് വിട്. ഇവളാ സുബലക്ഷ്മി എന്ന് പറയാറില്ലേ, അഞ്ജു. ഹായ്. ഹായ്. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. സീത, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇവളാരാണെന്ന് അറിയാമോ? നമ്മുടെ പ്രിയപ്പെട്ട അശോക് സാറിന്റെ പെങ്ങള്. ആണോ? ചേച്ചി, അത് കണ്ടോ? അഞ്ജലി പ്രിയയുടെ കൂടെ തന്നെയാ ഉള്ളത്. അവളുടെ കൂടെയാ വന്നതും. ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. ഈ ചാന്ദിനി എവിടെ? ഇതുവരെ എത്തിയില്ലല്ലോ. ഇന്ന് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഹോളി ആഘോഷിക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഹാപ്പി ഹോളി ആശംസിക്കാം. ഇത് കേവലം നിറങ്ങൾ കൊണ്ടുള്ള കളിയാവരുത്. നമ്മുടെ മനസ്സിലുള്ള ദുഷ്ടതകളെ നശിപ്പിക്കാനുള്ള ആഘോഷമാണ്. ആഘോഷം അവസാനിക്കുമ്പോൾ ദേഷ്യവും വിദ്വേഷവും എല്ലാം ഇല്ലതാവണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇത് ആഘോഷമാക്കാം. മുത്തശ്ശ, ഒരു മിനിറ്റ്. എന്താടാ? Guys, I have an announcement to make. Thank you so much for coming here. ഈ കളർഫുൾ സെറ്റപ്പിൽ വെച്ച് ഒരു കളർഫുൾ അനൗൺസ്മെന്റ് ഞാൻ ചെയ്യാൻ പോവാ. It's a family matter, but you guys are my extended family too. അതുകൊണ്ടാണ് ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാമിലിയിൽ ഒരു മാരേജ് ഉണ്ടാവും. ഭാർഗവ്, നീ നിന്നെപ്പോലൊരു പെൺകുട്ടീനെ കണ്ടെത്തിക്കൊണ്ടുവരുമെന്നുള്ള പേടിയില്ല. രാമന്റെ പെണ്ണിനെ അവനായിട്ട് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, രാമന്റെ കല്യാണം അവൻ തന്നെ അനൗൺസ് ചെയ്യുന്നത്. ഫുൾ സെൽഫി. എല്ലാവർക്കും ആരുടെ കല്യാണം എന്നുള്ള ക്യൂരിയോസിറ്റി കൂടി കാണും അല്ലേ? പറയാം. കോർക്കുമൊരു
പോകവേ ഇരുശ്വാസവും ചേർന്നൊരേ ഈണമായി നാം മാറവേ ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ പ്രണയതന്ത്രി മീട്ടുവാനെൻ പ്രാണനിൽ സീതാരാമ ഓ സീതാരാമ